ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഒരാൾക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് ഒരു മാക്സിമം ഒരു 3 വർഷം മതി. ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ തലയോളം എന്ന് പറഞ്ഞ ക്രിസ്തു എന്ന ആ ആ ആ ആ വ്യക്തിയുടെ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് 3 വർഷം കൊണ്ട് എത്തിച്ചേരാം സാധാരണഗതിയിൽ. പക്ഷേ 3 അല്ല 30 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായതുകൊണ്ട് എല്ലാരും അവരവരുടെ ഇഷ്ടം പോലെയാണ് ഈ വചനത്തെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യാഖ്യാനിക്കുന്ന ആളിലേക്ക് ആ ഈ നാളുകളിൽ പ്രസംഗിക്കുന്ന ആളുകളിലേക്കാണ് വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, നല്ല നല്ല പ്രസംഗകരെ എടുത്ത് നിങ്ങൾ നോക്കിക്കോ, പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫാനായി മാറും. അവരുടെ ഫാൻ ലിസ്റ്റ് നമ്മൾ കാണും. എന്നാൽ യഥാർത്ഥ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നമ്മൾ മറന്നുപോയിട്ട് ക്രിസ്തുവിനെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ ഇടയായിത്തീരും. അയാള് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവന് ക്രിസ്തു അവരിൽ എല്ലാവരിലും എല്ലാമായി തീരുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറി മറിക്കപ്പെടുകയാണ് ചെയ്യണത്. അതുകൊണ്ട് സത്യത്താലാണ് ദൈവം നമ്മളെ അങ്ങനെ നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ ഇപ്പോ തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഗലാത്യ ലേഖനത്തിന്റെ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 1 മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ അപ്പോസ്തലൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. അതായത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ ഈ റോമാലേഖനത്തിന്റെ ഒരു ക്യാപ്സ്യൂൾ ബുക്കാണ് ഗലാത്യ ലേഖനം. ഈ റോമാലേഖനം നമുക്ക് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ടും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം റോമാലേഖനം ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് ഉപദേശം ഇങ്ങനെ അക്കമിട്ട് സത്യങ്ങൾ പറയുന്നുവെങ്കിലും ഗലാത്യ ലേഖനം വളരെ സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ ലളിതമായിട്ട് ഒറ്റ കാര്യത്തെ ഷാർപ്പായിട്ട് ഡീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഈ വരച്ച് കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൃത്യമായി അതിന്റെ ലുക്ക് ആൻഡ് കോർണർ എന്ന് വെച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് വളരെ കൃത്യമായിട്ടും വളരെ എന്താ പറയുക അടുക്കും ചുറ്റോടും കൂടി ഈ ഉപദേശം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഇത്ര പെട്ടെന്ന് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. എന്ന് വെച്ചാൽ ക്രൂശിതനായ ക്രിസ്തുവിൽ നിന്ന് പയ്യെ നമ്മളെ മാറ്റി ക്ഷുദ്രം ചെയ്ത്, നമുക്കറിയാലോ ക്ഷുദ്രം എന്ന് പറയുന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് അറിയാലോ. നമ്മളെ ഈ മറ്റേ മന്ത്രവാദൻ പരിപാടിയാണല്ലോ ക്ഷുദ്രം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയതാർ ക്വസ്റ്റ്യൻമാർക്കാ. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. അപ്പം ഗലാത്യരോട് ഈ കാര്യം ഒന്ന് ഗലാത്യരൊന്ന് പറയണം. ഇതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഈ കാര്യം ഒന്ന് നിങ്ങളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു അല്ല വേറൊരു ഉപദേശം വന്നാൽ നമ്മളെ തെറ്റിക്കുന്നതെന്നാണ്. അതായത് ഇപ്പം എന്താ പറയുന്നത്, യഹോവ സാക്ഷിക്കാരൻ വന്നിട്ടോ സെവന്ത് ഡേ വന്നിട്ടോ മോർമോൺസ് വന്നിട്ടോ ഒക്കെയാണ് നമ്മളെ തെറ്റിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമ്മളെ ഈ ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് 2-ാമത്തെ വാക്യം. അത് 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ എഴുതി, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, മറുപടി പറ, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ അത്രയെന്ന് വരുതിയിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ അങ്ങനെ ചെയ്യുന്നത്?
അപ്പൊ ഇവിടെ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന സംഗതി എന്താന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ന്യായപ്രമാണം, അതായത് പഴയ നിയമ കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് നമ്മൾ പയ്യെ പയ്യെ മാറിപ്പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വേണ്ടെന്നാ പറയുന്നത്. ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ഇല്ലാതെ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളുടെ അനുസരണത്തിലൂടെ നമുക്ക് നീതിമാന്മാരാകാം, നമുക്ക് ദൈവത്തെ പോലെ ആയി തീരാം എന്ന് നമ്മൾ പഠിപ്പിക്കുവാണെങ്കിൽ അതെന്താണ്? നമ്മളെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ നമ്മളായി തീരുകയാണ്. നമ്മൾ ശുദ്രം ചെയ്യുകയാണ്. ആരാണ് നമ്മളെ ശുദ്രം ചെയ്യുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ ശുദ്രം ചെയ്യുന്നത്. എന്താ ശുദ്രം എന്ന് പറയുന്നത്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. ക്രൂശ് നമുക്ക് വേണ്ട. പഴയ നിയമ കൽപ്പനകൾ, ഒന്നാന്തരം കൽപ്പനകൾ, ദൈവം കല്ലിൽ എഴുതി തന്ന കൽപ്പനകൾ നമുക്കുണ്ടല്ലോ. ആ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും? ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഉപദേശമാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആ ക്രൂശിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നത്. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിലാണോ? വിശ്വാസത്താലാണോ നിങ്ങൾ ഈ ഈ ഈ രക്ഷ പ്രാപിച്ചത്? വിശ്വാസത്താലാണോ നീതീകരിക്കപ്പെട്ടത് അതോ ന്യായപ്രമാണത്തിന്റെ പ്രസംഗത്താലാണോ എന്നാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി പോകാം. അത് നമ്മൾ റോമാലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ കണ്ട കാര്യമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത് 6-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മള് നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. അപ്പൊ ആരാണ് അബ്രഹാമിന്റെ മക്കൾ? ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദന്മാരല്ല. പിന്നെ ആരാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് അബ്രഹാമിന്റെ മക്കൾ. അപ്പം അതേ വിശ്വാസം, അബ്രഹാമിന് ലഭിച്ച അതേ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തായി? അബ്രഹാമിന്റെ കൂട്ടത്തിലേക്കായി. അതുകൊണ്ട് തൊട്ട് താഴത്തേക്ക് നമ്മൾ എന്താണ് വായിക്കുന്നത്? അതുകൊണ്ട് വിശ്വാസികൾ എത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്. അപ്പൊ തിരുവെഴുത്തില് ഈ ജാതികളായ, അതായത് അബ്രഹാമിന്റെ എന്താ വംശപാരമ്പര്യത്തിലല്ലാത്ത, അല്ലെ ഇസ്രായേലിന്റെ വംശപാരമ്പര്യത്തിലല്ലാത്ത ആളുകളെ കുറിച്ച് തിരുവെഴുത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരുവെഴുത്ത് ഈ ജാതികളുടെ രക്ഷയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അപ്പൊ അബ്രഹാമിനോട് എന്ത് ചെയ്തു? നേരത്തെ തന്നെ സുവിശേഷം അറിയിച്ചു, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ കൂട്ടത്തിലല്ല. എന്നാൽ അബ്രഹാമിനോട് നേരത്തെ സുവിശേഷം അറിയിച്ചു, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതെങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്? ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിന്റെ അനുസരണത്താലാണോ? അല്ല, വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ. വിശ്വാസത്താലാണ് നമ്മൾ എന്താ പറയുന്ന ആത്മാവിനെ പ്രാപിച്ചത്. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. കണ്ടോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴില. അവർക്ക് രക്ഷയില്ല. അവർക്ക് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോൾ അവരെ ദൈവം കുറ്റപ്പെടുത്തുവാണ്. നീ പാപിയാണ്, നീ തെറ്റുകാരനാണെന്ന് പറയുള്ളൂ, രക്ഷിക്കത്തില്ല ന്യായപ്രമാണം. അതുകൊണ്ട് തുടർന്ന് എന്നാ പറയുന്നേ? ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ചെയ്യാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ എഴുതിയേക്കുന്നതെല്ലാം അനുസരിക്കാൻ കഴിയാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മള് ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം. അപ്പം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ എന്താണ്? ന്യായപ്രമാണത്തിൽ എഴുതിയത് അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവനാണ്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ചെയ്യാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. അത് 11-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ ഈ വാക്യം എവിടെ റോമാലേഖനത്തിൽ കണ്ടത്?
1-ാം അധ്യായത്തിന്റെ അതിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് വിശ്വാസത്താൽ, എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല എന്ന് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ കണ്ട കാര്യമാണത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണം നമ്മൾ അനുസരിക്കുവാണെങ്കിൽ നമ്മൾ വിശ്വാസമല്ല ന്യായപ്രമാണത്തിന് ആധാരമായിരിക്കുന്നത്. പിന്നെ എന്താണ്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് വെച്ചാൽ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, അത് ചെയ്തില്ലെങ്കിൽ അവൻ ശപിക്കപ്പെടും. അപ്പം അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം. ഇപ്പൊ ന്യായപ്രമാണം ആര് ഇന്ന് വരെയും എന്താണ് പൂർണ്ണമായി അനുസരിച്ചിട്ടില്ല. അപ്പം ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് നമ്മൾ പിന്നെയും പോവുകയാണെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരെന്നാണ് അവ പറയുന്നത്. പിന്നെ തിരുവെഴുത്തി പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അപ്പം അത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാ ശാപമായി തീർന്നത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി. ക്രിസ്തു ശാപമായി തീർന്നത് എന്തിനാണെന്നറിയോ? മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവെഴുത്തിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു എന്തായി തീർന്നു? ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി, ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി. നമ്മൾ ശപിക്കപ്പെട്ടവരായിരുന്നു, അനുസരിക്കാത്തവരെല്ലാം ശാപത്തിന് കീഴിലായിരുന്നു. ആ ശാപത്തിന് കീഴിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം കണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം ഈ ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അപ്പൊ ആത്മാവിനെ പ്രാപിച്ച എങ്ങനെയാന്ന് അവിടെ മുമ്പേ പ്രാപിച്ചത്? വിശ്വാസത്തിന്റെ പ്രസംഗത്താല്. അപ്പം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് ലഭിക്കുന്നത്? ചുമ്മാ നമുക്ക് ലഭിക്കത്തില്ല. നമ്മുടെ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ വന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. പക്ഷെ വിജാതീയരായ നമുക്ക് എങ്ങനെ ഈ അനുഗ്രഹം കിട്ടും എന്നറിയോ? ഈ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വഴിയാണ് അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് നമ്മൾ അതിലേക്ക് നമ്മൾ ആയിത്തീർന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്രൂശിതനായ യേശു ക്രിസ്തുവിൽ നിന്ന് തെറ്റിപ്പോകുന്നതെന്നാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ഇവിടെ വായിച്ചത്. അത് ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞാല് ക്രൂശിതനായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ മാറി ശാപത്തിന്റെ കീഴിലേക്ക് പോകുകയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊക്കെ അനേക വർഷങ്ങൾ ഇങ്ങനെയുള്ള ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചവനായിരുന്നു. ഇതിന്റെ സംഗതികൾ, ഇതിന്റെ സത്യങ്ങൾ മനസ്സിലായിട്ടില്ല. വരുന്നവരാരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുന്ന നിന്റെ ആവശ്യങ്ങളുടെ മേതെ ഇറങ്ങി വരുന്ന ദൈവമെന്നാണ്. ഒരിക്കലും ഉലകത്തിൽ ഒരു മനുഷ്യന്റെ ആവശ്യമൊട്ട് തീരുമില്ല. ഈ തൂമ്പ പോലെയാ നമ്മുടെ ആവശ്യം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എനിക്കും ഇന്നും ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ തീർന്നിട്ട് സത്യത്തിൽ യേശുക്രിസ്തുവിനെ നമുക്ക് ആർക്കും പിൻപറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ പ്രസംഗിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ പ്രസംഗം കേട്ട് സത്യം നമ്മളിൽ ഇല്ലാതെയായിപ്പോയി. സത്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സത്യം പ്രസംഗിക്കുന്നവർ ഈ നാളുകളിൽ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ളവർക്ക് സഭകളിലേക്ക് പ്രവേശനമില്ല. എന്നാൽ കള്ളപ്രവാചകന്മാർക്കും ഭാവി പറയുന്നവർക്കും ഒക്കെയാണ് ഈ നാളുകളിൽ എങ്ങോട്ട് പ്രവേശനമുള്ളൂ? സഭകളിലേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ സത്യം നമ്മളെ എന്ത് ചെയ്യാണ്? സ്വതന്ത്രമാക്കുകയാണ്, ക്രിസ്തുവിലേക്ക് നമ്മളെ മാറ്റുകയാണ്. ഇങ്ങനെ നമ്മളെ പയ്യെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപദേശം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശം നമുക്ക് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം നമ്മളിത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. റോമാലേഖനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞ 1, 2, 3, 4, 5 അധ്യായങ്ങളിലേക്ക് നമ്മൾ റോമാലേഖനത്തില് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ റോമാലേഖനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന 5-ാം അധ്യായത്തിലാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ട കാര്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നമ്മൾ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട താക്കോൽ വാക്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 6 എന്തിനാണ് കൃപയും അപ്പസ്തോലത്വവും ലഭിച്ചതെന്ന്. അപ്പസ്തോലനായ പൗലോസിന് കൃപയും അപ്പസ്തോലത്വവും എന്തുകൊണ്ട് ലഭിച്ചു, എന്തിന് ലഭിച്ചു എന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത് വിശ്വാസം, അതായത് ഞാൻ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട വ്യക്തിയില് അനുസരണം, ആത്മാവിന്റെ അനുസരണം വരുത്തേണ്ടതിന്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആത്മാവിന്റെ
വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ വേണ്ടി. കാരണം ദൈവത്തെ നമുക്ക് ആർക്കും അനുസരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പാപ ശരീരത്തിൽ ജനിച്ചു വളർന്നവരാണ്. നമുക്ക് ഇങ്ങോട്ട് വാണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നവരാണ്. കാരണം നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ അറിയില്ല. അപ്പൊ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ചാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ട് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. എന്നാൽ റോമാലേഖനം വിവരിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളുടെ ആഴമാണ് റോമാലേഖനം പിന്നീട് വിവരിക്കുന്നത്. കാരണം റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16, 17 വാക്യങ്ങൾ നമുക്കറിയാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെട്ട് വരുന്നു എന്ന് അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ്? വിശ്വാസം കാരണമായും വിശ്വാസത്തിനായിക്കൊണ്ടും, എന്ന് വെച്ചാൽ വിശ്വാസത്താൽ നമുക്ക് നീതി ലഭിക്കുന്നു, നീതിയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിൽ വളരണമെന്നും വിശ്വാസത്തിൽ ജീവിക്കണമെന്നും വിശ്വാസത്തിൽ മരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? വിശ്വാസത്തിൽ ജീവിച്ചാൽ മാത്രം പോരല്ലോ, വിശ്വാസത്തിൽ മരിക്കണമല്ലോ. വിശ്വാസത്തിൽ മരിച്ചാലാണല്ലോ നമ്മൾ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുള്ളൂ. നമുക്ക് പ്രത്യാശ വേണമല്ലോ. പക്ഷെ ആ വിശ്വാസത്തിൽ മരിക്കണതിനെ കുറിച്ച് ആർക്കും ഇന്ന് എല്ലാവർക്കും വയറു നിറയെ പേടിയാണ്. യേശുക്രിസ്തു രണ്ടാമത് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ മുങ്ങിപ്പോവും. അതായത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആശീർവാദം പറയുമ്പോൾ ആമേൻ യേശുവെ വേഗം വരണേന്ന് പറയുമ്പം ആമേൻ പറയുന്നവരുടെ എണ്ണം ഇന്ന് വളരെ ചുരുക്കമാണ്. കാരണം മരിക്കാൻ പേടിയാണ്. കാരണം വിശ്വാസത്തിൽ മരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നമ്മൾ അവനെ പോലെ ആയിത്തീരത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് വളരണമെങ്കിൽ നീതിയെക്കുറിച്ചുള്ള വെളിപ്പാട് വേണം. നീതിയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാക്കി തരുന്നത്. നീതി എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാനായിട്ട് നോക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയാതെ വരുമ്പം നമ്മളോട് ദൈവം ചോദിക്കും, എവിടെ വിശ്വാസം? എവിടെ? വിശ്വാസത്താൽ മാത്രമാണ് ഇതിങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീതി വിശ്വാസം ചോദിക്കും. നീതി നമ്മളുടെ കഴിവോ, നീതി നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ടാലന്റോ, നീതി നമ്മുടെ പ്രാഗൽഭ്യമോ, നീതി നമ്മുടെ ഇതൊന്നും അല്ല ചോദിക്കുന്നത്. നീതി ചോദിക്കുന്ന വിശ്വാസമാണ്. കാരണം വിശ്വാസത്താൽ അല്ലാതെ നമുക്ക് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നീട് കണ്ടത് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൈവം എന്ത് ചെയ്യുന്നു? പാപത്തെ ദൈവം ഒരു കാരണവശാലും വെറുതെ വിടുന്ന ദൈവമല്ല, പാപത്തിന് തക്കതായ ശിക്ഷ ദൈവം കൊടുക്കും എന്ന് നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു യഹൂദനെ ദൈവം വെറുതെ വിടുന്നില്ല. കാരണം പഠിപ്പിക്കുന്ന യഹൂദൻ അത് തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കുന്നില്ലയോ എന്ന് നമ്മൾ കണ്ടു. യഹൂദനെ വെറുതെ വിടുന്നില്ല. അതുപോലെ യഹൂദനല്ലാത്ത വിജാതീയരെ ദൈവം വെറുതെ വിടുന്നില്ല. ന്യായപ്രമാണം ഇല്ലാത്തവനെ ദൈവം ന്യായപ്രമാണം ഇല്ലാത്ത പോലെ ശിക്ഷിക്കും. ന്യായപ്രമാണം ഉള്ളവനെ ന്യായപ്രമാണം വെച്ച് ശിക്ഷിക്കും. ന്യായപ്രമാണം ഇല്ലാത്തവര് അവര് ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അത് അവരെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ ന്യായപ്രമാണത്തിന് അടിയിലായി പോയത് കൊണ്ട് അത് വെച്ച് അവർ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ദൈവ സുവിശേഷം അറിഞ്ഞിട്ടില്ല എന്ന് ഇതുവരെ ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ നിത്യശക്തിയും എന്താ പറയുന്നത്, ദൈവത്തിന്റെ നിത്യശക്തിയും എന്താ പറയുന്നത് ദൈവിക സ്വഭാവവും സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവം എന്ത് ചെയ്തു? മനുഷ്യർക്ക് ബുദ്ധിയിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പാപമോചകനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള ഒഴിവുകൾ ദൈവം കൊടുക്കത്തില്ല. ദൈവം എല്ലാവരെയും എന്ത് ചെയ്യും? ശിക്ഷിക്കുമെന്നും റോമാലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കി നല്ലവനില്ല, ഒരുത്തം പോലും ഇല്ല. ഈ ഇരുന്ന് പ്രസംഗിക്കുന്ന ഞാനും നല്ലവനല്ല, ഈ കേൾക്കുന്ന നിങ്ങളും നല്ലവനല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധി ഉണ്ടാവും. ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലവനാണെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളിൽ ഒന്നും നല്ലത് വരാതെ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ലവനല്ലെന്ന്. കാരണം നമ്മളിൽ നിന്ന് ഈ ഇച്ഛിക്കുന്ന എന്താ പറയുന്നത് നന്മയല്ല എന്താ പറയുന്നത്, ഇച്ഛിക്കാത്ത തിന്മ നമ്മള് ആഗ്രഹിക്കുന്ന നന്മയാണെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മയാണ് ഇന്നീന്ന് പുറപ്പെട്ടു വരുന്നത്. അപ്പൊ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തം പോലും ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരുടെ വാ തുറന്ന ശവക്കുഴിയാണെന്നും അവർ കാലുകൊണ്ട് രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു എന്നെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ച് എഴുതി വെച്ചേക്കണം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമുക്ക് വ്യക്തിപരമായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം
ഒരു യോഗ്യത പോലുമില്ല. എന്റെ പ്രസംഗത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ടോ, കർത്താവിന് കൂടുതൽ കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഓഫറിങ് കൊടുത്തുകൊണ്ടോ, കൂടുതൽ ശുശ്രൂഷ എന്താ പറയുന്നത്, ശുശ്രൂഷകർക്ക് കൂടുതൽ പൈസ കൊടുത്തുകൊണ്ടോ, ദൈവത്തെ മണിയടിച്ചോ, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും സുവിശേഷ വേല കൊണ്ടോ, എന്റെ എന്തെങ്കിലും ബൈബിൾ പഠനം കൊണ്ടോ ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിൽ ഒരു 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 മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് റോമാലേഖനം 3-ന്റെ 20 സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. അതിനുശേഷം നമ്മൾ 3-ാം അധ്യായത്തിന്റെ 20, 21, 22, 23, 24 നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് കൊണ്ടാണ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ സ്വയ പ്രയത്നത്താലല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല എന്നും, വിശ്വാസത്താലാണ്, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടതെന്നും നമ്മൾ നിലനിൽക്കുന്നതെന്നും എല്ലാം നമ്മൾ ഈ റോമാലേഖനം 3-ന്റെ 20 മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടു. പിന്നെ റോമാലേഖനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടപ്പോൾ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കുക, അബ്രഹാമിന് എങ്ങനെയാണ് നീതി ലഭിച്ചത്, അത് വിശ്വാസത്താലാണെന്നും അത് അബ്രഹാം പരിച്ഛേദന ഏറ്റതിന് മുമ്പാണോ നീതീകരിക്കപ്പെട്ടത്, അതോ പരിച്ഛേദനയ്ക്ക് ശേഷം, പരിച്ഛേദന എന്ന പ്രവൃത്തി വന്നതിന് ശേഷമാണോ അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിന് പരിച്ഛേദന പരിച്ഛേദന വിശ്വാസ നീതിയുടെ അടയാളമായിട്ടാണ് അബ്രഹാമിന് പരിച്ഛേദന കൊടുത്തതെന്നാണ് നമ്മൾ റോമാലേഖനം 4-ാം അധ്യായത്തില് വായിക്കുന്നത്. അപ്പൊ റോമാലേഖനം 4-ാം അധ്യായം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതാണ് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ദൈവം ഉയർപ്പിക്കും, ഇല്ലാത്തതിനെ ദൈവം ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ വിശ്വാസം ഏതാണ്? നമ്മൾ റോമാലേഖനം 10-9 നമ്മൾ എല്ലാവരും വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന, എന്താ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അതേ വിശ്വാസം തന്നെയാണ് അബ്രഹാം വിശ്വസിച്ച അതേ വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അതേ വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അബ്രഹാമിന് ലഭിച്ച നീതി അതേ രീതിയിൽ തന്നെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് ലഭിച്ചതെന്നാണ് നമ്മൾ റോമാലേഖനത്തിന്റെ അവസാനം വായിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ അവസാനം കണ്ടത്. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നമ്മൾ ഈ ഇരിക്കുന്ന, ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളായി തീർന്നത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ, നമ്മുടെ അപ്പന്റെ അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പറയുന്നത് ഞാൻ വളരെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഒന്നുമല്ല. കാരണം എന്നറിയോ, അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ക്രെഡിറ്റ് ആർക്ക് പോയി? എന്റെ വെല്ലുമ്മിക്ക് പോയില്ലേ? എന്റെ വെല്ലിപ്പന് പോയില്ലേ? കർത്താവ് പറഞ്ഞു എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ലെന്നാ പറഞ്ഞത്. കർത്താവ് കൃപയാലാണ് ഈ രക്ഷ നൽകുന്നത്. കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാലല്ല. എന്റെ വെല്ലിപ്പൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളോട് ദൈവം പറയുന്ന കടമയാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ പൗലോസ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഇസ്രായേലിയർ അവർ രക്ഷിക്കപ്പെടുന്നത് എന്റെ ഹൃദയവാഞ്ചയും എന്റെ അഭിലാഷമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്റെ ചാർച്ചക്കാരായ, എന്റെ സ്വന്തം സഹോദരന്മാരായ ഇസ്രായേൽ രക്ഷിക്കപ്പെടണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം എന്താണ് അവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം എന്ന് പറയുന്നത്? അവർ ഇസ്രായേലിയർ, അതായത് പുത്രത്വവും അവകാശങ്ങളും നിയമവും കൽപ്പനകളും എന്താ പറഞ്ഞ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടണമെന്ന് എന്റെ ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? എല്ലാവരും രക്ഷിക്കപ്പെട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അവർക്ക് അവിടെ എന്താ പറയുന്നത്, ഹൃദയത്തില് ഒരു മാന്യം, എന്താ വെച്ചാൽ ഒരു മൂടൽ അവർക്ക് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ്? ജാതികളായ മുന്നറിയപ്പെട്ട ആൾക്കാരെല്ലാം രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ദൈവം എന്ത് ചെയ്യാണ്? അവരൊന്ന് ഇങ്ങനെ പോസ് ചെയ്ത് വെച്ചേക്കുവാണ്. എപ്പോ വേണേലും അവർക്ക് ഈ രക്ഷയിലേക്ക് ദൈവം അവരെ മടക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്നും, നമുക്ക് ആ ദൈവ തേജസ്സിന്റെ പ്രത്യാശയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രശംസിക്കുന്നു എന്നും, നമുക്ക് കഷ്ടത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നും നമ്മൾ റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ കണ്ടു. അവന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് കണ്ടു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ കണ്ടു. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു എന്നും നമ്മൾ കണ്ടു. അപ്പൊ വളരെ ചുരുക്കി പറഞ്ഞ റോമാലേഖനം 1 മുതൽ 5-ന്റെ
11 വരെയുള്ള ഭാഗങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു. 12-ാം വാക്യം മുതൽ നമുക്ക് ഇപ്പോൾ നോക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. 12-ാം വാക്യത്തിൽ 1-ാം വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യാൽ, അതുകൊണ്ട്. അപ്പൊ ഈ അതുകൊണ്ടെന്നുള്ള കാര്യം ഏത് വചനവും നമ്മൾ എടുക്കുമ്പോഴും അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയും യേശുക്രിസ്തുവിന്റെ നമ്മളെ നിരപ്പ് വരുത്തിയ കാര്യവും നമ്മളെ യേശുക്രിസ്തുവിൽ ക്രൂശിൽ പ്രശംസിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ മരണം സകല മനുഷ്യരിലും പരന്നത് ഈ ആളുകളുടെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ പാപിയായി ജനിച്ചത് എന്റെ കുഴപ്പം കൊണ്ടല്ല. ഇവിടെ ആരുടെ കുഴപ്പമാണോ പറഞ്ഞത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഈ ലോകത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ലോകം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കകത്ത് ആരുണ്ട്? ഞാനുണ്ട്. അപ്പൊ ലോകം എന്ന് പറയുന്നത് വിതൗട്ട് മീ എന്ന് വെച്ചാൽ ഞാനില്ലാതെ ലോകമില്ല. അപ്പൊ ലോകത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ മനുഷ്യരിലേക്ക് കടന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, അതായത് ആദാം പാപം ചെയ്തുകൊണ്ട് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിൽ പരന്നിരിക്കുന്നു. അപ്പൊ ആരെയും ദൈവം ഒഴിവാക്കിയില്ല. കാരണം അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദാം തുടങ്ങി മോശ വരെ എന്തുണ്ടായിരുന്നു? പാപം ഉണ്ടായിരുന്നു. അതാണ് ന്യായപ്രമാണം വരെ ലോകത്തിൽ എന്തുണ്ടായിരുന്നു? പാപം ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എന്ന് വെച്ചാല് നിയമം വന്നപ്പോഴാണ് നിയമം വന്നപ്പോഴാണ് പാപം കണക്കിട്ട് തുടങ്ങിയത്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്യാമായിരുന്നു. എന്നാല് ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. എല്ലായിടത്തും ക്യാമറ വെച്ചേക്കുവാണ്. ക്യാമറയിൽ നമ്മുടെ തല പിടിക്കും. അതുകൊണ്ട് എന്താണ്, നേരത്തെ നമ്മള് വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തപ്പം നമ്മളെ പിടിക്കാനുള്ള നിയമമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അത് നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളെ ഫൈൻ വരും. ഫൈൻ വരുന്നത് എന്തിനാ? ചുമ്മാ ഫൈൻ അടിക്കുമല്ല. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എന്താ പറയുക, പണ്ട് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ആ തെറ്റിനൊരു കോഡുണ്ട്. ആ കോഡ് പ്രകാരമാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പം നേരത്തെ ഈ നിയമം ഇല്ലാത്തത് കൊണ്ട് എന്നെ ശിക്ഷിക്കാൻ പറ്റിയില്ല. നേരത്തെ ഞാൻ സുഖമായിട്ട് ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ന്യായപ്രമാണം വന്നപ്പോഴാണ് പാപം കണക്കിട്ട് തുടങ്ങിയത്. അപ്പൊ നേരത്തെ എനിക്ക് മോഷ്ടിച്ചാലും എനിക്കത് പാപമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ മോഷ്ടിക്കരുതെന്നുള്ള നിയമം വന്നപ്പോൾ എനിക്ക് മോഷണം പാപമായി മാറി എന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി. അത് ഇച്ചിരി വലിയ വാക്യമാണ്, നമ്മൾ ചുരുക്കി പറയുകയാണ്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ വരുവാനുള്ളത് ആരാ? യേശുക്രിസ്തുവാണ്. വരുവാനുള്ളവൻ ആരാ? യേശുക്രിസ്തുവാണ്. വരുവാനുള്ളവന്റെ പ്രതിരൂപം ആരാ? ആദാം. അപ്പൊ ആദാമിന് ഒരു ഈ ലോകത്തിലേക്ക് വന്നപ്പം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് അതുപോലെ അവന്റെ പ്രതിരൂപമാണ്. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അതായത് ആദാം പാപം ചെയ്തപ്പോൾ ആ ആദാമിന്റെ ലംഘനം, ആ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഞാൻ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഈ പണ്ട് വലിയ കൊലപാതക കേസിലൊക്കെ ആൾക്കാര് എന്താ പറയുന്നത് ഏർപ്പെട്ട് കഴിയുമ്പം പണ്ട് ആൾക്കാര് അറിയപ്പെടുന്നത് വീട്ടുപേരില്. അതായത് ഇന്നടത്തെ കരികുളത്തിലെ, കുരിശിങ്കലെ, അല്ലെങ്കിൽ പാറത്തട്ടാല, ഇങ്ങനെയുള്ള പല വീട്ടുപേരുണ്ടല്ലോ. വീട്ടുപേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം ആ വീട്ടുപേരില് ആരെങ്കിലും ഒരു വലിയ കൊലപാതകമോ
വലിയ എന്താ പറയുന്നത്, സാമൂഹ്യ നീതിക്ക് വിരോധമായ വലിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ അറിയപ്പെടുന്നത് ആ ആ ദുഷ്പ്രവൃത്തി ചെയ്ത ആളുടെ പേരിലായിരിക്കും. എന്നാൽ പിന്നീട് വരുന്ന തലമുറ ഒന്നും കൊലപാതകമോ ആ ദുഷ്പ്രവൃത്തിയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ അവരറിയപ്പെടുന്നത്, ഇപ്പൊ നമ്മള് ഒരു വ്യക്തി ഇങ്ങനെ ഒരു കൊലപാതകിയുടെ വീട്ടിലുണ്ടായ ജനിച്ച വ്യക്തി, ഒരു പയ്യൻ ചെറുപ്പക്കാരൻ കോളേജിൽ പോകുമ്പോൾ, എടാ നോക്കിക്കേ, മറ്റവന്റെ അവന്റെ മകനാ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അവനാ പോണെ, അവനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയുന്ന പോലെ, ഈ ഇതുപോലെ തന്നെയാണ് ആദാം പാപം ചെയ്തപ്പോ ആ പാപത്തിന്റെ തുല്യമായ ലംഘനം എങ്ങോട്ട് പരന്നു? പാപം ചെയ്യാത്തവരിലേക്ക് അതെന്ത് ചെയ്തു? പരന്നിരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ 15-ാം വാക്യം, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. അത് എന്താന്ന് താഴെ ഒരുപോലെ അല്ലാത്തതിന്റെ കാര്യം താഴെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപോലെ അല്ലാത്തത്? ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, അപ്പം ഏകൻ പാപം ചെയ്തപ്പം എന്താണ്? അനേകർ മരിച്ചുപോയി എന്ന് വെച്ചാൽ ഏകന്റെ പാപം എന്ന് പറയുന്നത്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് ദൂരവ്യാപകമാണ്. എത്രയോ തലമുറകൾ പിന്നിട്ട് ഇപ്പോൾ നമ്മളിൽ എത്തിയിരിക്കുകയാണ്. അത് ഏകന്റെ ലംഘനമാണ് നമ്മളിൽ എത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതനിൽ ആദാം പാപം ചെയ്തത് ഇങ്ങനെ തലമുറകൾ കൈമാറി 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 21-ാം നൂറ്റാണ്ടിൽ എത്തിയ നമ്മളിലും അത് എത്തി. അപ്പൊ ഏകന്റെ ലംഘനം എന്ത് ചെയ്തു? അനേകരെ ഏകന്റെ ലംഘനം അനേകരെ എന്ത് ചെയ്തു? അനേകരുടെ ജീവിതത്തിൽ പാപത്തിലേക്കും മരണത്തിലേക്കും ഏകന്റെ ലംഘനം തള്ളിവിട്ടു. എന്നാല് ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. അതായത് ദൈവകൃപ വെളിപ്പെട്ടപ്പോൾ, അത് നമ്മളറിയാലോ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടു വന്നു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ലംഘനം എന്ന് പറഞ്ഞാൽ ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. കൃപയാലുള്ള ദാനം എന്ന് പറയുന്നത്, ഇവിടെ കൃപയാലുള്ള ദാനം ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഇനി 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. പിന്നെയും പറയുക, ഏകൻ പാപം ചെയ്തതും ദൈവത്തിന്റെ കൃപയാലുള്ള ദാനവും ഒരുപോലെ അല്ലെന്നാ പറഞ്ഞത്. അതെന്താണെന്ന് വീണ്ടും വിവരിക്കുന്നുണ്ട്. ഒരുപോലെ അല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. അപ്പൊ ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോ അത് എന്തിന് കാരണമായി തീർന്നു? ശിക്ഷാവിധി കൽപ്പിക്കാൻ കാരണമായത്. അത് ആർക്ക് ശിക്ഷാവിധി കൽപ്പിക്കാൻ കാരണമായി? സകല മനുഷ്യർക്കും ശിക്ഷാവിധി കൽപ്പിക്കാൻ കാരണമായി തീർന്നു. ഒരു മനുഷ്യന് മാത്രമല്ല, ആദാമിന് മാത്രമല്ല, ആദാമിൽ നിന്ന് തുടർന്നുണ്ടായ എല്ലാ വംശപാരമ്പര്യങ്ങൾക്കും എന്തുണ്ടായി? ശിക്ഷാവിധി കൽപ്പിക്കാൻ ആ പാപം കാരണമായി തീർന്നുവെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അപ്പം കൃപാവരം, ഏകന്റെ അനുസരണം അല്ലെങ്കിൽ ഏകന്റെ കൃപയാലുള്ള ദാനം, അങ്ങനെ എഴുതുന്നത്. ഏകന്റെ കൃപയാലുള്ള ദാനം എന്താണ് ചെയ്തത്? അവിടെ എഴുതേക്കുന്നത് ഏകന്റെ കൃപയാലുള്ള ദാനം എന്താ ചെയ്യുന്നത് അറിയാവോ? അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധി എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ജഡ്ജി എന്താ പറയുന്നത്, ആ ജഡ്ജി അവിടെ നിന്ന് വിളിച്ചു പറയാണ്, നീ നീതീകരിക്കപ്പെട്ടവനാണ്, നിന്നിൽ ഒരു കുറ്റവുമില്ല, നീ ഈ കോടതിയിൽ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോകാം, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. എന്താ കാരണം? നമ്മുടെ പ്രവൃത്തിയാണോ? അല്ല, പുത്രനായ യേശു ക്രിസ്തു നമുക്ക് പകരം കാൽവരിയിൽ എന്റെ പകരം ആ ശിക്ഷാവിധി, ആ പാപത്തിന്റെ ശമ്പളമായ മരണം, ഏകന്റെ ലംഘനത്താൽ ഉണ്ടായ മരണം യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത് കൊണ്ട്, അവൻ അനുസരിച്ചത് കൊണ്ട്, എനിക്ക് അവന്റെ പ്രവൃത്തിയെ നോക്കിയിട്ട്, ദൈവം എന്നെ നോക്കിയിട്ട് നീ നീതിമാനാണെന്ന്
വിധിച്ചു. അതാണ് നീതീകരണ വിധി. ഏകന്റെ കൃപയാലുള്ള നീതീകരണ വിധി. കൃപയാലുള്ള നീതീകരണ വിധി എന്ന് പറയുന്നത് എന്റെ പ്രയത്നം കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല, എന്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചതല്ല, എന്റെ ഉപവാസം കൊണ്ട് ഞാൻ പിടിച്ചെടുത്തതല്ല. അത് കൃപയാലുള്ള നീതീകരണ, കൃപയാലുള്ള ദാനമാണ്. അത് ദൈവം എന്നെ നീതീകരണ വിധി എന്ന് വെച്ചാൽ, നീതീകരണം എന്ന് പറയുന്നത് ദൈവം ആ കൂട്ടിലിരുന്ന ആ സിംഹാസനത്തിൽ ഇരുന്ന് പറയുവാണ്, നിന്നെ ഞാൻ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പുത്രന്റെ അനുസരണത്താലാണ്, പുത്രന്റെ ക്രൂശിലെ മരണത്താലാണ് എനിക്ക് നീതീകരണ വിധി, അതായത് കൃപാദാനം എനിക്ക് ലഭിക്കുന്നത്, എന്നെ നീതീകരിക്കുന്നത്. അതിവിടെ നമ്മൾ നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. 17 വാക്യം, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ. അപ്പൊ എങ്ങനെയാ മരണം വാഴുന്നത്? ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ. എന്താണ്? കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനി വാഴും. അപ്പം ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു. അതായത് ആദാം നിമിത്തം മരണം വാഴുക എന്ന് പറയുന്നത് അത് റൂൾ ചെയ്തു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ കർത്തൃത്വം, മരണം എല്ലാവരിലേക്കും വ്യാപരിച്ചു എന്നാ പറയുന്നത്, ഏകന്റെ ലംഘനത്താൽ. എന്നാൽ എന്താണ്? കൃപയുടെ നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ നീതിയെക്കുറിച്ച് ഈ നീതിയെക്കുറിച്ചും നമ്മൾ കേൾക്കണമെന്നും, നമ്മുടെ നീതീകരണം ദൈവം എങ്ങനെയാണ് നമ്മൾ നീതീകരിച്ചത് നമ്മൾ മനസ്സിലാക്കണമെന്നും ഇത്ര പ്രസ് ചെയ്ത് പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നീതീകരണം നമ്മൾ മനസ്സിലാക്കിയാലാണ് നമ്മൾ ജീവനി വാഴുള്ളൂ. ജീവൻ ഉണ്ടല്ലോ, ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ജീവനാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്റെ ജീവനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന അനുഭവമാണ് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ഈ ജീവനിൽ വാഴുക എന്ന് പറയുന്നത്. ആത്മാവില്ലാതെ നമുക്ക് ജീവനിൽ വാഴാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും അധികമായി അന്യഭാഷ പറയുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പോഴും അന്യഭാഷ പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ അന്യഭാഷ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല, രാവിലെ ആരാധനയ്ക്ക് മുമ്പ് ഞാൻ അന്യഭാഷ പറഞ്ഞു. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള എനിക്ക് സംസാരിക്കാനായിട്ട് ദൈവം തന്നേക്കുന്ന ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ദൈവം തന്നേക്കുന്ന കൃപയാണ്. ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അന്യഭാഷ പറഞ്ഞ് കൈയടിച്ചാല് ജീവൻ വെളിപ്പെടില്ല. ജീവൻ എന്ന് പറയുന്നത് നീതിദാനമാണ്. നീതി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആത്മാവിന്റെ ജീവൻ നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ ജീവൻ വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് കൃപയാലുള്ള നീതി കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്നാ നമ്മൾ വായിക്കുന്നത്? കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ എന്താണ്? യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. ഏറ്റവും അധികം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ. സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നിറഞ്ഞ് കവിയുന്ന ഒരു അവസ്ഥയാണ് കൃപ അല്ലെങ്കിൽ നീതിദാനം. അതിന്റെ സമൃദ്ധി ലഭിക്കുന്നവൻ ഏറ്റവും അധികം ജീവനിൽ വാഴും. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, ഏകന്റെ ലംഘനത്താൽ സകലർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ, അതുകൊണ്ട് ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പൊ ജീവകാരണം എന്താണ്? നമ്മളെ ജീവിപ്പിക്കാൻ കാരണം എന്താണ്? നീതീകരണം. അതുകൊണ്ട് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എന്റെ സമർപ്പണമാണെന്ന. അതെ ബ്രദറെ, സമർപ്പിക്കു ബ്രദറെ, ഇന്ന് രാത്രിയിൽ നീ സമർപ്പിക്കുകയാണ്. എനിക്ക് ആ ലാംഗ്വേജ് ഒക്കെ വളരെ നന്നായിട്ട് അറിയാട്ടോ. നിങ്ങൾ കേട്ടോണ്ടിരുന്ന ലാംഗ്വേജിലെല്ലാം ഞാൻ മിടുക്കനായിരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ സമർപ്പിക്കുകയാണ്, അതൊക്കെ എനിക്കറിയാം. ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാവോ? ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. നമ്മൾ ജീവിക്കാൻ കാരണം എന്നാണെന്നറിയോ? നമ്മൾ രക്ഷപ്പെടാൻ കാരണം എന്താണെന്നറിയോ? നമ്മളെ ദൈവം നീതീകരിച്ചുകൊണ്ടാ. രക്ഷ എന്ന് പറയുന്നത് നീതീകരണത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുന്നതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ ആർക്കാ ലഭിക്കുന്നത്? നീതീകരിക്കപ്പെട്ടവനാണ് രക്ഷ ലഭിക്കുന്നത്.
രക്ഷ എന്ന് പറയുന്നത് ഒരു കുറ്റവുമില്ല എന്ന് പറയുന്നവന് മാത്രമേ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കോടതി എന്നെ നോക്കിയിട്ട് പറയുവാണ്, നിന്നിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ രക്ഷ ലഭിക്കത്തുള്ളൂ. കാരണം എന്നെ നോക്കിയിട്ട് ഈ ലോകം മുഴുവൻ, എനിക്ക് ചുറ്റും എന്റെ അഡ്വക്കേറ്റ് പിശാച് എന്നിലുണ്ട്. പിശാച് എന്റെ അടുത്ത് വരും, ഇവനെ വെറുതെ വിടരുത്, കാരണം ഇവൻ ജനിച്ച അന്ന് മുതൽ ഇപ്പൊ ജീവിക്കുന്ന ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ ഇവൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് എന്റെ അടുക്ക വരും. പക്ഷെ കർത്താവ് എന്നാ പറയുന്നറിയോ? ഞാൻ അവന് വേണ്ടിയാ മരിച്ചത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം എവിടെയുണ്ട്? കൃപാസനത്തിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവൻ സംസാരിക്കുക മാത്രമല്ല, അവൻ ആ സിംഹാസനത്തിന്റെ അവിടെ എനിക്ക് വേണ്ടി മഹാപുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യുവാണ്. മഹാപുരോഹിതന്റെ ശുശ്രൂഷ എന്താണ്? ജനത്തിനും മനുഷ്യർക്ക് ഇടയിൽ മധ്യസ്ഥനായി അവൻ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീതീകരണം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എന്നെ നോക്കിയിട്ട് ലോകത്തിൽ ഒരു മനുഷ്യനും എന്നെ നീതീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് പോലും എന്നെ നീതീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം എന്നെ എങ്ങനെ നീതീകരിക്കുന്നതെന്നറിയാവോ? എന്റെ പകരക്കാരനായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ യാഗം നോക്കിയിട്ടാണ്, അവന്റെ അനുസരണം നോക്കിയിട്ടാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്? നീതീകരിക്കുന്നത്. അതുകൊണ്ട് നീതീകരണം എനിക്ക് ലഭിക്കുന്നത് എന്റെ കഴിവും പ്രയത്നവും പ്രാർത്ഥനയും ഒന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് ഒള്ളി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മാത്രമാണ് എന്നെ നീതീകരിക്കാൻ ഇടയായി തീർന്നത് എന്ന് നമ്മൾ വായിക്കുന്നത്. ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ ആരുടെ അനുസരണത്താലാണ് നാം നീതിമാന്മാരായി തീർന്നത്? അപ്പൊ അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഏകന്റെ ലംഘനവും കൃപയാലുള്ള ദൈവത്തിന്റെ കൃപയാലുള്ള ദാനവും ഒരുപോലെ അല്ലെന്ന്. ഏകന്റെ അനുസരണക്കേടും ഏകന്റെ കൃപയാലുള്ള ദാനം ഒരുപോലെ അല്ല. ഏകന്റെ അനുസരണക്കേട് അനേകരെ എന്തിനായി തീർന്നു? പാപികളാക്കി തീർത്തു. അപ്പൊ അനേകരെ തീർന്നു നരകത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഏകന്റെ അനുസരണം എന്താക്കി തീർത്തു? നമ്മളെ നീതിമാന്മാരാക്കി മാറ്റി തീർത്തു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പൊ ഞാൻ എങ്ങനെയാ നീതിമാന്മാരായത്? നിങ്ങൾ എങ്ങനെ നീതിമാനായത്? ഏകന്റെ അനുസരണത്താൽ. ഏകൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു മനുഷ്യനായ ക്രിസ്തു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പകരക്കാരനായ ക്രിസ്തു. അവൻ ഈ മനുഷ്യനായ ക്രിസ്തു എന്ന് പറയാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരമായി, മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പകരമായി മരണം മനുഷ്യന് കൊടുത്താൽ മാത്രമേ അത് നീതിയായ വിധിയായി മാറുകയുള്ളൂ. ദൈവം ഇറങ്ങി വന്നിട്ട് ഇവിടെ മരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കത്തില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്താണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താനെ താഴ്ത്തി, എന്താ പറയുക, തന്നെത്താനെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ എന്തായി? അനുസരണമുള്ളവനായി തീർന്നു എന്നാ പറയുന്നത്. അവൻ തന്നെത്താനെ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. എന്താണ്? ദൂതന് മരണമില്ല. എന്താണ്? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മരണമുള്ള ശരീരം അവൻ എടുത്തു. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ഈ ലോകത്തിലേക്ക് വന്ന നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. ആ മനുഷ്യ ശരീരമാണ് എനിക്ക് പകരമായിട്ട് യേശു ക്രിസ്തു ആ ശരീരത്തിലാണ് മരിച്ചത്. അങ്ങനെ ആ ശരീരത്തിൽ അവൻ മരിച്ചാൽ മാത്രമാണ് എന്റെ പാപത്തിന്റെ പകരം മരണമായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ ദൈവം മരിക്കുകയല്ല, മനുഷ്യപുത്രൻ ഇറങ്ങി വന്ന് എനിക്ക് പകരം എന്റെ സ്ഥാനത്ത് മരിക്കുകയാണ്. അത് ദൈവം മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. ദൈവം മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പരിപാടി നിർത്തിക്കൊണ്ടാ മതി, സുവിശേഷം നിർത്തിയാൽ മതി. ദൈവപുത്രനാണ്, അല്ലെങ്കിൽ മനുഷ്യപുത്രനാണ് ഇവിടെ ഇറങ്ങി വന്ന് എനിക്ക് പകരം ക്രൂശിൽ മരിച്ചത്. അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോ ദൂതന്മാർ പറഞ്ഞത്, അവൻ ഏത് ശരീരത്തിലാണോ കയറിപ്പോയത് അതേ ശരീരത്തിൽ തന്നെ അവൻ മനുഷ്യപുത്രൻ എങ്ങനെയാണോ ഉയരത്തിലേക്ക് പോയത് അതുപോലെ തന്നെ അവൻ മടങ്ങി വരൂ എന്നാണ് പറഞ്ഞത്. മനുഷ്യപുത്രൻ അതുപോലെ തന്നെ മടങ്ങി വരൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്ന ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പം ഏകൻ അനുസരിച്ചത് കൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായി തീർന്നത്. ഏകന്റെ അനുസരണം എന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു ഏകന്റെ അനുസരണം. മനസ്സിലായോ? ഏകന്റെ അനുസരണം, അതായത് യേശു ക്രിസ്തു അനുസരിച്ച അനുസരണം എന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചു എന്നാണ്. ഹല്ലേലൂയ. എന്റെ അക്കൗണ്ടിൽ വരവ് വെച്ചുകൊണ്ടാണ് ദൈവം എന്നെ നീതീകരിച്ചത്. അത് എന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എന്റെ അക്കൗണ്ടിൽ കണക്ക് വെക്കുമായിരുന്നെങ്കിൽ
ഞാൻ നരകശിക്ഷയ്ക്ക് മാത്രമാണ്. ദൈവത്തിന്റെ പ്രീതി എനിക്ക് ലഭിക്കത്തില്ല. ദൈവത്തെ എനിക്ക് ഒരിക്കലും ദൈവം എന്നെ അംഗീകരിക്കുന്നില്ല. കാരണം എന്റെ പ്രവൃത്തിയെ ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്റെ എല്ലാ പ്രവൃത്തികളും കറ പുരണ്ട തുണി അത്രേ. അത് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി പോലത്തെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവൃത്തി ചെയ്യണതൊക്കെ നല്ലതാട്ടോ. അത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനും അല്ലെങ്കിൽ പാസ്റ്ററെ പ്രസാദിപ്പിക്കാനും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ പ്രസാദിപ്പിക്കാനൊക്കെ കൊള്ളാം. പക്ഷെ അതെല്ലാം ഈ സീലിങ്ങിന് അടിയിലേ നിൽക്കത്തുള്ളൂ. അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മാവിനാൽ, യേശുക്രിസ്തുവിനാൽ എന്ന് വെച്ചാൽ എനിക്കൊന്നും തിരിച്ചു കിട്ടാതെ അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? എന്ന് വെച്ചാൽ മറ്റൊരുത്തനിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടാതെ ഞാനൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ പാസ്റ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ പാസ്റ്റർ എന്നെ ശാസിക്കുമ്പം ഞാൻ ആ പാസ്റ്റർക്ക് 1000 രൂപ കൊടുത്തല്ലേ, എന്നുകൊണ്ട് ആ പാസ്റ്റർ എന്നെ ഇങ്ങനെയൊക്കെ പറയാവൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടുത്തത് നമ്മളിൽ നിന്നായി, ആത്മാവിൽ നിന്നല്ല. അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടാത്ത രീതിയിൽ, അതാണ് അൺകണ്ടീഷണലായിട്ട് നമ്മൾക്ക് നമ്മെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു അവയവം നമ്മളിൽ ഇല്ല, അങ്ങനെ ഒരു ഓർഗൻ നമ്മളിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചെയ്തു നോക്കിയേ, തിരിച്ചു കിട്ടാതെ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്ന കാണാം. അതെല്ലാ പ്രവൃത്തിയും സീലിംഗിന്റെ അടിയിലേ നിൽക്കത്തുള്ളൂ, സീലിംഗിന്റെ പുറത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച പ്രവൃത്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം അവനെ കുറിച്ച് അവൻ സ്നാനത്തിങ്കൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്റെ അക്കൗണ്ടിൽ വരവ് വെച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിച്ചതുകൊണ്ട്. വിശ്വാസം എനിക്ക് എങ്ങനെ കിട്ടിയത്? ആ സുവിശേഷം കേട്ടപ്പോൾ. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു എന്ന് റോമാലേഖനം 10:17 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ തന്നെയാണ് എനിക്ക് വിശ്വാസം നൽകിയത്. ആ വിശ്വാസത്താലാണ് എനിക്ക് ഈ അക്കൗണ്ട്, എന്നെ നീതിമാന്മാരായി ദൈവം എന്നെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കുക. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു. എന്ന് വെച്ചാൽ പാപം പെരുകേണ്ടതിന്, കണ്ടിട്ടില്ലേ നമ്മൾ ചില ഈ തുരുമ്പൊക്കെ ഇളകാൻ വേണ്ടി ആസിഡ് ഒഴിക്കണം, കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുരുമ്പൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് ആസിഡ് അങ്ങ് ഒഴിച്ചു കഴിക്കുമ്പോൾ ഈ സാധനം അങ്ങ് പൊങ്ങി അങ്ങ് വരും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പാപം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ എന്താ പറയുക ജഡമോഹങ്ങള്, ഈ പാപപ്രകൃതം, അത് നമ്മളുടെ ജഡമോഹമാണെന്ന് നമുക്ക് എപ്പോഴാ തിരിച്ചറിയുന്നത്? നിയമം വന്നപ്പോഴല്ലേ. വ്യഭിചാരം, അതുപോലെ മോഷണം, എന്ന് പറയുന്ന വെറിക്കൂത്ത്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നിയമം വന്നപ്പോഴല്ലേ എന്താ പറയുക നമ്മൾ പിടിക്കപ്പെട്ടത്. നിയമം വന്നില്ലായിരുന്നു നമ്മൾ പിടിക്കപ്പെടില്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന അനേകം രഹസ്യ പാപങ്ങള് നമ്മൾ പിടിക്കപ്പെടുന്നുണ്ട്. എന്താണ്? നിയമം ഉള്ളത് കൊണ്ട് പിടിക്കപ്പെടുവാണ്. നിയമം ഇല്ലെങ്കിൽ നമ്മളെ പിടിക്കാൻ ആർക്കും കഴിയത്തില്ല, ദൈവത്തിന് പോലും കഴിയത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ലംഘനം പെരുകേണ്ടത് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. ഇടയിൽ ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്ന് എന്തിനാണ്? നമ്മളെ ശിക്ഷാവിധി കൽപ്പിക്കാൻ വേണ്ടി, നമ്മളെ എന്ത് ചെയ്തതാണ്? നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എന്നാ അതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ എന്താ ന്യായപ്രമാണം ഇടയിൽ വന്ന് ലംഘനം പെരുകി എന്ന് വെച്ചാൽ, ലംഘനം എന്ന് പറഞ്ഞാൽ പാപം, മരണം പെരുകി. അങ്ങനെ മരണം പെരുകുമ്പോഴാണ് കൃപ നമുക്ക് ആവശ്യമായി വരുന്നത്. രോഗിയായി തീരുമ്പോഴാണ് നമുക്ക് ഡോക്ടറുടെ ആവശ്യമുള്ളൂ. നിങ്ങളുടെ അയലോക്കത്ത് ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ആശുപത്രി കയറുവോ? ആശുപത്രിയുടെ ബോർഡ് വായിക്കും, ആശുപത്രി, ഇന്ന സ്ഥലത്ത് പുനലൂർ ആശുപത്രി ഉണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നില്ല? നിങ്ങൾ രോഗി അല്ലാത്തത് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ എപ്പോ രോഗിയായി തീരുന്നോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണും. നിങ്ങൾ ചെന്ന് ഡോക്ടറെ കണ്ടു, ഡോക്ടർ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ അതിനുള്ള മരുന്ന് എഴുതും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ന്യായപ്രമാണം ഇടയിൽ വന്നു ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു. യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം എന്ന് വെച്ചാൽ പാപമോചകൻ, വിടിവിക്കുന്നവൻ, രക്ഷിതാവ്, എന്റെ പാപത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിയുന്നുള്ളവൻ. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം എനിക്ക് എന്തായി തീർന്നു? ശിശുപാലകനായി തീർന്നു. ന്യായപ്രമാണം എന്തായി തീർന്നു? ന്യായപ്രമാണം എന്നെ പാപി എന്ന് മുദ്ര കുത്തിയപ്പോൾ എന്നെ വൈദ്യനിലേക്ക്, എന്ത് പറയുന്ന, എന്നെ യേശു ക്രിസ്തു എന്ന വൈദ്യനിലേക്ക് എന്നെ എന്ത് ചെയ്തു? വഴി നടത്തി. എന്നെ ശിശു എന്നെ കൈ പിടിച്ച് എന്താ പറയുക, നേഴ്സറി സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ശിശുപാലകൻ. അങ്ങനെ ന്യായപ്രമാണം എന്തായി തീർന്നു? എന്റെ ഉള്ളിൽ മരണം കൊണ്ടുവന്നപ്പോൾ രക്ഷിതാവായ യേശു ക്രിസ്തു കൃപയാലുള്ള രക്ഷ എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം എന്നെ ഈ ന്യായപ്രമാണം എന്ത് ചെയ്തു? എന്നെ യേശു ക്രിസ്തുവിലേക്ക് വഴി നടത്തി. അങ്ങനെ ഇവിടെ പാപം മരണത്താൽ വാണതുപോലെ, പാപം എങ്ങനെയാ വാണത്? മരണത്താൽ.
പാപം നമ്മളിൽ എങ്ങനെയാ വാഴുന്നേ? മരണത്താലാണ് വാഴുന്നത്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പാപം നമ്മളിൽ എങ്ങനെയാണ് വാഴുന്നത്? പാപം നമ്മളിൽ വാഴുന്നത് മരണത്തിലാണ്. പാപം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരണം എന്ന് പറയുന്ന ഫ്ലൈറ്റ് പിടിച്ചാണ്, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന കാറ് പിടിച്ചാണ് ശരിക്കും പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പാപം മരണത്തിലാണ് വാഴുന്നത്. എന്നാൽ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം, കൃപ എങ്ങനെയാ വാഴുന്നത്? ക്രിസ്തു മുഖാന്തരം. കൃപ വാഴുന്നത് ക്രിസ്തുവിനെ കൂടാതെ കൃപ വാഴത്തില്ല. കൃപ വരുന്നത് മറ്റൊരു മധ്യസ്ഥനിലൂടെ അല്ല, മറ്റൊരു എന്താ പറയുക, ബൈബിളിലെ മറ്റൊരു വ്യക്തിയിലൂടെ അല്ല കൃപ വരുന്നത്. കൃപ യേശു ക്രിസ്തു മുഖാന്തിരം എങ്ങനെയാണ്? നീതിയാൽ. അപ്പം കൃപ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വാഴുന്നത്? യേശു ക്രിസ്തു മുഖാന്തിരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത്. നിത്യജീവൻ, നീതി നമ്മൾ എന്ത് ചെയ്യും? നിത്യജീവനിലേക്ക് നടത്തും. എങ്ങനെ നടത്തുന്നേ? യേശു ക്രിസ്തു. കൃപ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃപ യേശു ക്രിസ്തു മുഖാന്തിരം നീതിയാല് നിത്യജീവനിലേക്ക് എന്ത് ചെയ്യും? വാഴേണ്ടതിന് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നീതിയാണ്, ദൈവനീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിത്യമായ ജീവനിലേക്ക്, ആത്മാവിന്റെ ജീവനിലേക്ക്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നത് എങ്ങനെയാണെന്നറിയാവോ? നീതിയാൽ, വിശ്വാസത്താൽ. അതുകൊണ്ടാണ് ഗലാത്യലേഖനം നമ്മൾ 5 കണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ആത്മാവിനെ പ്രാപിച്ചത്? ന്യായപ്രമാണത്തിന്റെ പ്രസംഗത്താലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാലാണോ? അതിലാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത്? വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നീതിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിത്യജീവനിലേക്ക് വാഴുന്നത്. ആ നിത്യജീവന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നത് നീതിയാലാണ്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.